സാമ്പാറും പുട്ടും കടലക്കറിയും കഴിക്കുന്ന പോലെ ഒന്നും വരില്ലല്ലോ. ഇത് പള്ളി തന്നെയാണോ? പള്ളിയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ പള്ളിയെക്കാട്ടിലൊരു ഫീൽ വരുന്ന പഴയ ഈ ഒരു ബ്രിട്ടീഷ് കോട്ടയിലൊക്കെ പോകത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. ഇത് ഫുള്ള് ഈ കാണുന്ന ആള് കല്ലിനകത്ത് വരച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ആള് പൂ കണ്ട എവിടെ കണ്ടാലും പറിക്കാൻ പോകും. ജാക്കറ്റൊക്കെ ആളും എടുത്തിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇടാത്തത്. കാരണം നല്ല തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ മഴയും. അതിങ്ങനെ കാണാൻ പറ്റും, അതിൻ്റെ ഇടയിലെല്ലാം വീടുകളാണ്. ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് മുഷ്കിലായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫോഗുണ്ട്, മുന്നിൽ വരുന്ന വണ്ടിയും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഹായ് പട്ടിക്കുഞ്ഞുങ്ങൾ. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഒരുമാതിരി പെരുത്തിട്ട് ഒരുമാതിരി വേദന എടുക്കുന്നു. ഇതിന്റെ പേര് മുഷ്മുള. ഇതിപ്പോ എല്ലാം കൂടെ എങ്ങനെ കഴിക്കും? ഞങ്ങളാണെങ്കിൽ ഓൾറെഡി ഇനി എന്തോ കിങ്കാലി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുകൂടെ വരാനുണ്ട്. വേൾഡിലെ ഏറ്റവും ചെറിയ ക്ലോക്ക്. ഐസ്ക്രീം, കള്ളൊഴിച്ച ഐസ്ക്രീം കുടിച്ചോണ്ടാ ഒരുത്തി നടക്കുന്നത്. എന്നെ നിർബന്ധിക്കുന്നുണ്ട. ഹായ് ഗൈസ്, അങ്ങനെ ഇന്ന് സെക്കൻഡ് ഡേ നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. താഴെ നമ്മുടെ ഗൈഡ് വന്ന് നിൽപ്പുണ്ട്. ഓൾറെഡി നമ്മളിപ്പോൾ തന്നെ 30 മിനിറ്റ് ലേറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഏതാണ്ട് 220 കിലോമീറ്റർ കണ്ട് പോകണമെന്നാണ് പറയുന്നത് അടുത്ത ആ സ്പോട്ടിലോട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങളങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളുടെ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ആ മലയുടെ മുകളിൽ ഒരു പള്ളി ഇരിക്കുന്നുണ്ടാ, അടിപൊളിയായിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഗുദൗരി അനനൂരി മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ്. ഫുള്ള് അവിടെ പശുക്കളൊക്കെ ഉണ്ട്, മഞ്ഞും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് എന്തോരം പശുക്കളാണ് നിൽക്കുന്നത്. നമുക്ക് ആ മൗണ്ടൻസ് ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 220 കിലോമീറ്റർ ഉണ്ട് നമ്മളീ പറയുന്ന മൗണ്ടനിലോട്ട്. അപ്പം നമ്മളിന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഒരു 10 മണിക്ക് ഇറങ്ങേണ്ടത് നമ്മൾ 10:40 ആയി. അപ്പോൾ ഇന്നിനിയിപ്പം എല്ലാം കുളമാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല. എന്നാലും ഇന്ന് ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഇല്ല കവർ ചെയ്യാൻ. ആരും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. നമുക്ക് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഷോക്കായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇത് ബൊഫേ ആയിരുന്നു. പിന്നെ ഇവരുടെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു കൂടുതൽ. ബ്രെഡും ജാമും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ന്യൂട്ടലിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആകെ അതിനകത്ത് മനസ്സിലായ സാധനം മുട്ട പുഴുങ്ങിയത്. മുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ തക്കാളിക്കൊക്കെ ഉണ്ട്, പച്ചക്കറിയൊക്കെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ദോശയും സാമ്പാറും പുട്ടും കടലക്കറിയും കഴിക്കുന്ന പോലെ ഒന്നും വരില്ലല്ലോ. രാവിലെ നമ്മുടെ പ്ലാൻ ചെയ്തായിരുന്നു ഉച്ചയ്ക്ക് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മോർണിംഗിലെ ഫുഡ് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് സെറ്റ് ആക്കണം. പക്ഷെ പണി പണി. ഈ കാണുന്നതാണ് ഷിൻവാലി റിസർവയർ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് ഒരു സുവനീർ ഷോപ്പും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അങ്ങനെ നമ്മളൊന്ന് കാണാൻ ഇറങ്ങി. ഇവിടെ നമുക്കൊരു ടണൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ഈ റോഡ് ആ ടണൽ ത്രൂ ആ പോയിരുന്നത്. കണ്ടോ, വരുന്ന വഴിക്ക് നമ്മളെ പുള്ളി ഇവിടെ ഒരു പള്ളി കണ്ടപ്പോൾ ഇറക്കിയതാണ്. ഇവിടെ ഫുള്ള് പട്ടികൾ കിടക്കുന്നുണ്ട്. പട്ടികളുണ്ട്, ഇവിടെ ഒരു കുതിരയുണ്ട്. ഈ പട്ടിയുടെയൊക്കെ സൈസ് നോക്ക്. ഇതൊരു പള്ളിയാ. നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോണം ആ വഴി. ഈ വഴി നമ്മൾ താഴോട്ട് പള്ളി. ഇത് പള്ളി തന്നെയാണോ? പള്ളിയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടാ, വേറെ എന്തോ സംഭവം. ആ പള്ളി തന്നെയാ. അതുകൊണ്ട് അവിടെ ഡ്രസ് കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയുള്ള കേട്ടാ. ബാക്കി ഞങ്ങൾ പോയി കണ്ടിട്ട് വരട്ടെ. ഇതാണ് ഞങ്ങളുടെ ഉള്ളിലോട്ട് വന്നതാണ്. പള്ളിയുടെ അകത്തോട്ട് വന്ന്
പള്ളിയുടെ അകത്ത് കയറിയിട്ടില്ല, ഇതും വെളിയിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു എൻട്രൻസ് പോലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഈ കാണുന്ന വഴി കൂടെ. ഇതുവഴി അകത്തോട്ടൊന്ന് പോയിട്ട് വരാം. നമ്മളങ്ങനെ പള്ളി കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടുത്തെ ആ ഒരു വ്യൂ കണ്ട, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്ടൊക്കെ പരിപാടികൾ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാം. സൈഡിലോട്ട് പോയാൽ എന്താ നോക്കട്ടെ. ഫുള്ളിങ്ങനെ ഒരു കോട്ട പോലെ മതിലൊക്കെ കെട്ടി, ഒരു പഴയകാല ഫീല് എന്ന് വെച്ചാൽ പഴയ പള്ളിയാണ്. അതിൻ്റെ ഉള്ളൊക്കെ ഇന്ന് കാണണം. ഫുള്ള് നമ്മുടെ ചുമരയിലൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോ യേശുപിശനെയൊക്കെ വരച്ച്, അതിൻ്റെ ഇടയിൽ ആളൊരു മാതാവും അതെ അമ്മയും കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വാങ്ങി 7 ചെല്ല്. അതാണ് സൈഡ്. ഇവിടെ ഒരു 20 ഇരുമ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ പള്ളിയെക്കാട്ടിലൊരു ഫീൽ വരുന്ന പഴയ ഈ ഒരു ബ്രിട്ടീഷ് കോട്ടയിലൊക്കെ പോകത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. ഫുള്ളും കല്ലാണ് കേട്ടാ, മൊത്തം കല്ല്. ഇവിടുത്തെ ആ ഒരു കട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പള്ളി, അതിൻ്റെ ഒരു കോമ്പൗണ്ടും നല്ല ഹൈറ്റും ഉണ്ട്. ഏറ്റവും ടോപ്പിലുണ്ട് ഒരു കുരിശ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വെറൈറ്റി കുരിശ്. ഇവിടെ ഇപ്പം നമുക്ക് വന്നപ്പോൾ നല്ല തണുപ്പാവുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നമ്മളിപ്പം മുകളിലോട്ടൊക്കെ കയറി വരുന്നത്, അപ്പം നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം തണുപ്പായി, എല്ലാവരും ജാക്കറ്റും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇനി അതെല്ലാം എടുത്ത് ഇടേണ്ട അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ഈ കാണുന്ന ആള് കല്ലിനകത്ത് വരച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. അടിപൊളി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. ഞങ്ങൾ ഒരെണ്ണം വാങ്ങുകയും ചെയ്തു. പുള്ളി 40 പറഞ്ഞു 30 വാങ്ങി. പിന്നെ വരയ്ക്കുന്ന സാധനം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയുള്ളൊരു സാധനമായിരുന്നു. അത് കാണിക്കാം. കാണുന്നുണ്ടോ അവിടെ കുതിരക്കാരന്മാർ കുതിരയും കൊണ്ട് ചാടുന്നു, അതിൻ്റെ പുറകിൽ ഇവിടുത്തെ പട്ടികളെല്ലാം കൂടെ ചാടുന്നു. കാണിച്ചില്ലല്ലോ നമ്മുടെ ആ വാങ്ങിയത് കാണിച്ച്, കല്ലിനകത്ത് പെയിന്റ് ചെയ്തൊരു യേശുവിനെ വാങ്ങി. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു അവിടുന്ന് പെയിന്റ് ചെയ്തത്. ഇത് ഫോട്ടോയാണ്, ഫോട്ടോ ഒട്ടിച്ചിട്ട് സൈഡിൽ റൈറ്റിങ്സും ഈ ഇതൊക്കെ എന്നിട്ട് ആ ഒരു ഇതിൽ ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു. കല്ലിനകത്ത് ചെയ്തിരിക്കുന്ന സാധനമാണ്. നമ്മൾ തിരിച്ചു കയറി വന്നപ്പോൾ ഒരു കുതിരയ്ക്ക് വരെ ഇപ്പോൾ ഇവിടെ 2 കുതിരയുണ്ട്. ഇനി നമ്മുടെ ഗൈഡിനെ തപ്പി പിടിക്കണം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എവിടെ വണ്ടി കണ്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ട്, പോയി നോക്കാം. ഒരു പാവോടി, ആ മുഖം നോക്ക്. ഇത് നോക്കടി, നമ്മുടെ അല്ല, ഇത് നോക്കാം, മുഖം നോക്ക്. ഉറക്കം വരില്ല. അതെ, എന്ത് രസാ, ചെമ്മരിയാട് പോലൊക്കെ അതിൻ്റെ ദേഹം. അവിടെ അടിപിടിയാണ് ഇവിടെ. അതിനവിടെ കണ്ടൊരു കൊച്ച് നമ്മുടെ കുതിരയുടെ പുറത്ത് കയറി. ഇതാണ് നമ്മുടെ പള്ളി ഇപ്പൊ പോയിട്ട് വന്നത്. ഈ വണ്ടി അവിടെ അല്ല, വണ്ടി നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകണം. ആളവിടെ വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ബഗ്ഗി കിടപ്പുണ്ട്, ബഗ്ഗി റൈഡൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പം റൈഡ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. നമ്മുടെ വണ്ടി ഇട്ടെടുത്തില്ലല്ലോ, പുള്ളി അവിടെയും കാണുന്നില്ല. അവിടെ കൊണ്ടിട്ട് എവിടാന്നൊന്നും അറിയില്ല, അതിനെ തപ്പി നോക്കാം.
നല്ല ഒരു മലയുടെ അടിയിലായിട്ട് ഒരു ചെറിയ അരുവി പോലെ നമുക്ക് ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ നല്ല കല്ലുകളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ അണ്ണൻ നല്ല പറത്തീര വണ്ടി, സ്പീഡ് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ട നമ്മൾ വരുന്ന വഴിക്ക് പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയതാ. ഈ ഒരു ഇതെന്താ, ഇത് ആറാണോ? ഒരു നദി ഒഴുകുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എന്തൊരു കരയുന്ന തവളയാ, എന്തോ തവള എന്തോ കരയുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാണ് സ്ഥലം. ഈ ഒരു വെള്ളം കണ്ടിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞതാണ്ട് അവിടെ കണ്ട മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം മഴ ചാറിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ആള് പൂ കണ്ട എവിടെ കണ്ടാലും പറിക്കാൻ പോകും. പോയേക്കാം. ഇനി പൂ പറിക്കാതെ അവള് വരത്തില്ല. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ആളവിടെ വണ്ടിക്കകത്ത് വെയിറ്റിംഗ് ആണ്. ജാക്കറ്റൊക്കെ ആളും എടുത്തിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇടാത്തത്. കാരണം നല്ല തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ മഴയും. നമുക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ. കുറേ നല്ല റൂട്ടും കാര്യങ്ങളും മീൻസ് ഇങ്ങനെ മലയും വെള്ളവും ഒക്കെ കണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ബിൽഡിങ്ങുകളും വീടും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ ഏകദേശം മഞ്ഞുമലയൊക്കെ കണ്ടു തുടങ്ങി. അതിൻ്റെ അടുത്തെത്താറായെന്ന് തോന്നുന്നു. ഇത് ആ മോളിൽ നമുക്ക് കാണാൻ മഞ്ഞ്. നമ്മുടെ ഇവിടോട്ട് പോകുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാണ്. രണ്ട് സൈഡിലും മലകളും പച്ചപ്പും. ഇപ്പം നമ്മൾ ഒരുപക്ഷെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇത് ഫുള്ള് മഞ്ഞായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു ഭംഗി ചിലപ്പോൾ കാണണം. അതിൻ്റെതായ ഭംഗി കാണും. പക്ഷെ ഈ ഒരു ഭംഗി കാണണമെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ തന്നെ വരണം. എന്നുവെച്ചാൽ ആ ഒരു പച്ചപ്പും കിട്ടും. മെയ് ജൂൺ ആ ഒരു ടൈമിൽ മീൻസ് ഇപ്പം മഞ്ഞൊക്കെ ഉരുകുന്ന ടൈം. അപ്പം നമ്മുടെ മലയുടെയൊക്കെ മുകളിൽ ചെല്ലുമ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണും. പോകുന്ന വഴി ഫുള്ളിങ്ങനെ പച്ചപ്പും മലകളും ആ ഒരു ഫോഗും മുകളിൽ കണ്ട. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ സൈഡുകൾ ഇങ്ങനെ വീടുകളൊക്കെ കാണാം. വീടുകൾ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും താഴ്വാരത്തായിട്ട് കുറേ വീടുകൾ, ചെറിയ ചെറിയ പള്ളികൾ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലെല്ലാം വീടുകളാണ്. ഈ മലയുടെ അവിടെ ഇങ്ങനെ ആ വീടൊക്കെ വെച്ചിട്ട് മഞ്ഞിൻ്റെ സമയത്തൊക്കെ അവരെങ്ങനെയാണ് ഇവരെ ഇവിടെ തന്നെ താമസിക്കുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നമുക്കാണെങ്കിൽ അതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു സ്വിറ്റ്സർലൻഡ് ഫീലൊക്കെ കിട്ടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു നമ്മൾ ആ കാണുന്ന ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ മഞ്ഞ് വീണ് കിടക്കുന്നു. അതിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ ഇങ്ങനെ അരി പോലെ വെള്ളം ഒഴുകുന്നു. അങ്ങനെ അടിപൊളി ഫീലുള്ള സ്ഥലം. കണ്ടോ, ആ
ഇവിടുന്ന് ഒരു പാലം, ആ പാലം നേരെ ആ മലയുടെ ഉള്ളിലോട്ട് കയറി പോകുന്ന പോലൊരു പാലം. അപ്പം നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ കുറേ വെറൈറ്റി കാഴ്ചകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഇവിടെ ഒരു പച്ചപ്പ് ഇങ്ങനെ തോന്നാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പാറയിലാണെങ്കിൽ പോലും ഒരു പച്ച ഒരു സാധനം, അതെന്ത് ചെടിയോ പുല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കിടക്കും ഫുള്ള് നമ്മുടെ അതുകൊണ്ട് തന്നെ ആ ഒരു പാറയിലൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ പാലം വരുന്നുണ്ട്, പാലം വന്ന് നേരെ അതിനുള്ളിലോട്ട് പോകുന്നു. അതുവഴി അങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇനിയും അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇനിയും 1 മണിക്കൂറോളം ഉണ്ട് ഡ്രൈവ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വെച്ചിരിക്കുന്നു. സെയിം ഇങ്ങനെ തന്നെ ഈ പച്ചപ്പും പരിതാപകരും ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഹരിതാപം, പച്ചപ്പും ഹരിതാപം കണ്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി കണ്ട ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മലയുടെ നമ്മൾ മറ്റേ പൊന്മുടിയിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് മറ്റേ ഹെയർ പിൻ വളവൊക്കെ കയറുന്ന പോലെ കയറിക്കൊണ്ടിരിക്കും മലയുടെ മുകളിലോട്ട്. പക്ഷെ ആ കാണുന്ന കാഴ്ച അടിപൊളിയാണ്. നല്ല പച്ചപ്പിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന മലയുടെ മുകളിൽ താഴോട്ട് അതിന് മേലോട്ട് നോക്കിയ മഞ്ഞിട്ട് വീട് കിടക്കുന്നേക്ക് കാണാം. പക്ഷെ നമ്മളിപ്പം മലയും പച്ചപ്പും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഓരോ സ്ഥലവും കാണാൻ നമുക്ക് വ്യത്യസ്തമായിട്ടായിരിക്കുന്നത്. മീൻസ് എല്ലാം പച്ചപ്പാണെങ്കിലും നമുക്ക് ഓരോ സ്ഥലവും കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പുതുമ തോന്നും. കാരണം ഓരോന്നും ഓരോ ഷേപ്പിൽ ഒരു വേറെ ഓരോരോ ഭംഗിയിലാണ്. ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് മുഷ്കിലായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫോഗുണ്ട്, മുന്നിൽ വരുന്ന വണ്ടിയും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മേലോട്ട് കയറും തോറും നമ്മുടെ വ്യൂ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കാണുന്നില്ല, ഫുള്ള് വെള്ള കളർ മാത്രം. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ പോലും ഒന്നും കാണുന്നില്ല. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ജോർജിയ സ്വിറ്റ്സർലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. കാരണം ആ ഒരു മലയും മലയുടെ പല ഭാഗങ്ങളിലായിട്ട് വീടുകളും ആ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഏകദേശം ഒരു 220 കിലോമീറ്റർ ആയിരുന്നു കാണിച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ അടുത്തെത്തിയിട്ടുണ്ട്. കയറി വരുന്ന വഴി ഫുള്ള് റോഡൊക്കെ അത്യാവശ്യം നല്ല മോശം തന്നെയാണ്. ഇവിടെ നല്ല മഴയല്ല, മഞ്ഞും ഉരുകി ഇങ്ങനെ പെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ മഴച്ചാറ്റിലും ഉണ്ട്. നല്ല ഫോഗ്, നല്ല തണുപ്പ്. ആള് ജാക്കറ്റൊക്കെ സെറ്റാക്കി മുഖമൊന്ന് കാണിച്ച്. ഓക്കെ, ജാക്കറ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഇത് മേലോട്ട് പോകുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. നമുക്ക് ഇതുവഴി നടന്ന് അവിടേക്ക് പോകണം. ഒരു ചെറിയ എന്തോ ബിൽഡിങ് എന്തോ ഒരു സംഭവം മേളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ. ഹായ് പട്ടിക്കുഞ്ഞുങ്ങൾ. ഇവിടെ നല്ല പട്ടിക്കുഞ്ഞുങ്ങളെ കാണാം. എന്തോ അവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. ഇവിടെ നമ്മുടെ ഈ തെരുവുകളിൽ കാണുന്ന പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. എന്ത് ഭംഗിയാണ് കാണാൻ.
ഇതിനെയൊക്കെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ കൊണ്ടുപോകായിരുന്നു. മോളിൽ അവിടേക്ക് പോകണം. ഫ്രൂട്ട്സ് വേണോ? ഇവിടെ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, നല്ല തണുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ. വേണോ? ഫ്രൂട്ട്സ് വേണോ? നമ്മൾ ഈ നിൽക്കുന്ന മൗണ്ടൻ എന്ന് പറഞ്ഞാലേ ഇതൊരു റഷ്യൻ ജോർജിയൻ ബോർഡറാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയ റഷ്യയാണ്, ഇങ്ങോട്ടാണ് നമ്മുടെ ജോർജിയ. അപ്പോൾ ആ ഒരു ബോർഡറിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അതിനകത്ത് ആ കാണുന്നില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഇതിനെ പറയുന്നതാണ് ജോർജിയൻ റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ്. അതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഒരു കൊക്ക പോലെ കാണാം. താഴെ മഞ്ഞിങ്ങനെ ഒഴുകി, മഞ്ഞ് തന്നെ ഒഴുകി പോകുന്നതാണ്. എന്നിട്ട് വന്നു. ഇത് നമ്മളിപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ മഞ്ഞുകൾ കാണാം, നല്ല തണുപ്പുമുണ്ട്, കൈയൊക്കെ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഹാൻഡ് ഗ്ലൗസ് ഞങ്ങൾ ദുബായിൽ കുറേ നോക്കി നടന്ന് വാങ്ങിക്കാൻ, പക്ഷെ കിട്ടിയില്ല. ടോപ്പിൽ പോകണ്ട, അതോ തണുത്തിട്ട് നീ പോവാതിരിക്കാൻ നീണോ? എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകണ്ടല്ലോ. അതാണ് സംഭവം. പോണെങ്കിൽ പോവാം. എന്താ വേണം? എനിക്ക് പറ്റായ്മയൊന്നുമില്ല. എൻ്റെ കൈ പറയുന്നുണ്ടോ? യു എയിൽ ഇപ്പം നല്ല ചൂടാ. ആ ചൂടത്ത് നീ തണുപ്പത്തോട്ട് വരുമ്പം നല്ല സുഖമുണ്ട്. പക്ഷേ പനി പിടിക്കാതിരുന്നാൽ മതി. പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ. ഇപ്പോൾ ഫോഗൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് മലയുടെ മുകളിലൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഒരുമാതിരി പെരുത്തിട്ട് ഒരുമാതിരി വേദന എടുക്കുന്നു. ഹാൻഡ് ഗ്ലൗസ് വാങ്ങിക്കാൻ വലിയൊരു നഷ്ടമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഫോട്ടോ എടുക്കാൻ കൈ പുറത്തിടാൻ പറ്റുന്നില്ല ജാക്കറ്റിൻ്റെ. ഇവിടെ നല്ല വ്യൂ ആണ് നമുക്ക്. ഇപ്പോൾ ഫോഗ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വ്യൂ കിട്ടുന്നത്. മഴ ചാറി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ഒന്നെങ്കിൽ ആ മഞ്ഞിൻ്റെ മുകളിലോട്ട് പോകണം, മലയുടെ മുകളിലോട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇറങ്ങണം. എന്തായാലും നോക്കട്ടെ. പുള്ളി നമുക്കിത് പറഞ്ഞു തരുമായിരുന്നു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾനട്ട് ഇങ്ങനെ സ്റ്റിക്കിനകത്താക്കിയിട്ട് അവർ ഓരോ ജ്യൂസിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുക. ഇത് കിവി, സ്ട്രോബെറി, അങ്ങനെ ഓരോ ഫ്ലേവറിൽ ആക്കി വെച്ചേക്കുന്നത്. മുന്തിരി ഇഷ്ടമുള്ളവണ്ണം എടുക്ക, എടുത്തോ. നിനക്കേതാ ഇഷ്ടം? ഇപ്പോൾ ഗ്രേപ്പ് എടുത്തോ. നമ്മൾ ഗ്രേപ്പിൻ്റെ ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ സാധനം. ഈ കടയിൽ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സാധനമാണ് ഞാൻ പറഞ്ഞ വാൾനട്ട്. അതിങ്ങനെ സ്റ്റിക്കിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് ഓരോ ഫ്ലേവർ കൊടുത്തു വരുന്ന സാധനം. അതിനകത്ത് നമ്മൾ ഗ്രേപ്പ് വാങ്ങിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി ചേഞ്ചിന് പോയതാ. ഇത് ഹൃദയത്തിന് നല്ലതാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതിന്റെ പേര് മുഷ്മുള. മുഷ്മുള. ഇത് നമുക്ക് സാമ്പിൾ നോക്കാൻ തന്നതാ. നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ വലിയ മഞ്ഞൊക്കെ ആ മലയിലൊക്കെ കാണാൻ കണ്ട അവിടേക്കേ ഉള്ളൂ. നമ്മൾ ശരിക്കും നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ള ഈ മഞ്ഞ് സൈഡിൽ വീണ് കിടക്കുന്ന ഇതൊക്കെ ഉള്ളു. നല്ല വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ മഞ്ഞിലൊന്ന് തൊട്ടിട്ട് പോകാമെന്ന് വെച്ചു. മഞ്ഞിലൊന്ന് ചവിട്ടി ശബ്ദമൊന്നും വരുന്നില്ല. നല്ല തണുപ്പുണ്ട്. നമ്മളിങ്ങനെ ഇത്രയും തണുപ്പത്തുള്ളിടത്തൊന്നും നമ്മൾ പോകാറില്ലല്ലോ. യു എയിൽ താമസിക്കുന്നവർക്ക് അറിയാമല്ലോ അടുത്ത ചൂടും കാര്യങ്ങളും എങ്ങനെയാണ്. ആകെ ഡിസംബറിൽ കുറച്ച് തണുപ്പ് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മഞ്ഞ് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല തണുപ്പതാ. ഇവിടെ കിടക്കുന്ന ഈ മഞ്ഞൊന്ന് കണ്ടിട്ടങ്ങ് പോയേക്കാന്ന് വെച്ച് ഇങ്ങോട്ട് കയറി വന്നത്.
കിടന്ന് എന്നെ വിളിച്ചെണീപ്പിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി നിർത്തിച്ച് വഴിയിൽ എന്തോ ഒരു പൂവ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വണ്ടി നിർത്തിച്ച് പോയി പറിച്ചോണ്ട് വന്ന പൂവായത്. നമ്മളങ്ങനെ ഗുദൗരി ഹിൽസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ തിബിലിസിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾക്ക് ഇവിടുത്തെ വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ടവർ ഉണ്ട് ഇവിടെ. അതൊന്ന് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം, കാരണം നമ്മുടെ അവസ്ഥ പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് സമയം പോവാതിരുന്നാൽ മതി. പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് സ്ട്രീറ്റാണ്, അത് നമുക്ക് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോയി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരികെ വന്ന് ആ ക്ലോക്ക് ടവർ ഒന്ന് കാണണം. ക്ലോക്ക് ടവറോട് ഒന്ന് കണ്ടിട്ട് തിരികെ റൂമിൽ പോകണം. ഹോട്ടലിൽ പോയിട്ട് പിന്നെ നൈറ്റിലെങ്ങാണോ ഒന്ന് ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡ് സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അണ്ണൻ നമ്മളെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നു. നല്ല സർവീസ്. ആ പെങ്കൊച്ചു വന്ന് നമുക്കെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് സംഭവം നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള കച്ചാപ്പൂരിയും കിങ്കാലിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പുതിയ 2 ഐറ്റമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സ്പെഷ്യലാണ്. 2-3 പേരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ആ ഫുഡ് ട്രൈ ചെയ്യണമെന്നാണ്. ലെറ്റ്സ് ട്രൈ. നമുക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ വിട്ടതാണ് ഇതിനകത്തോട്ട്. അത് കണ്ടിട്ടൊരു കണ്ട വീട് പോലെയൊക്കെ തോന്നും. ഇവിടുത്തെ ഈ കൗണ്ടറെ കണ്ടിട്ടൊരു ബാർ കൗണ്ടർ പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാൻ കുറച്ച് സോഫയും സെറ്റപ്പ് കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ആയിട്ട് ടോയ്ലറ്റ്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ നേരത്തെ ഇരുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സംഭവമൊക്കെ വേറെ തന്നെ ഒരു സെറ്റപ്പ്. നമുക്ക് നമ്മുടെ നാടോ UAE ആയിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് താരതമ്യം ചെയ്യാനേ പറ്റാത്തൊരു സെറ്റപ്പാണ് ഇവിടുത്തെ. മഞ്ഞാണോ ഇത്? ഇതാ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. അകത്ത് കുപ്പിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവള് അമ്മയും ഡാഡിയൊക്കെ വിളിച്ചതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് വന്നായിരുന്നു ഇതെല്ലാം കഴിക്കായിരുന്നു. വിശന്നിട്ട് മനുഷ്യനെ ഊപ്പാട് വരുന്നു. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. ഇതാണ് കച്ചാപ്പൂരി. അതെടുത്തു. നമ്മുടെ കച്ചാപ്പൂരി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല, ഇത് കച്ചാപ്പൂരി തന്നെയാണ്, തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കിങ്കാലിയും കൂടെ വരാനുണ്ട്. അതുകൂടെ വന്നിട്ട് ഫുഡ് കഴിക്കണം. അവള് കഴിച്ചു തുടങ്ങി. എൻ്റെ മോനെ വന്നിരിക്കുന്ന സാധനം കണ്ടോ? ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, റോയൽ കച്ചാപ്പൂരി. ഇത് നമ്മുടെ അണ്ണൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ എല്ലാം കൂടെ എങ്ങനെ കഴിക്കും? ഞങ്ങളാണെങ്കിൽ ഇനി എന്തോ കിങ്കാലി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൂടെ വരാനുണ്ട്. അതും കൂടെ കഴിക്കുമ്പോഴത്തേക്കിന് കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇത് വെച്ചിപ്പോൾ അണ്ണനും ഞാനും കൂടെ മിക്കവാറും പിടിക്കും. അവള് ഇപ്പം 3-2 തിന്നിട്ട് അവള് നിർത്തും. സാധനം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയേ? കൊള്ളാമോ? ബ്രെഡിനകത്ത് ബ്രെഡല്ല, പിസയ്ക്കകത്ത് ചീസ് വെച്ചതുപോലെ കൊള്ളാം. ശരിയായിട്ടാണ്. ഇത് ഓവറായിട്ട്. നമ്മുടെ കിങ്കാലിയും വന്നിട്ടുണ്ട്. ഇതാണ് കിങ്കാലി, നമ്മുടെ മൊമോസ് പോലെ ഇരിക്കുന്നത്. ഈ സാധനം ഞാൻ കിങ്കാലി അല്ല കിങ്കാല്. ഈ സാധനം ഞാൻ കഴിച്ചു. നല്ല അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അതിനേക്കാളും മികച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനി കഴിച്ചു നോക്കണം. നമ്മുടെ അണ്ണൻ പറഞ്ഞു ഇതെങ്ങനെ കഴിക്കണ്ടേന്ന്. അത് പഠിച്ചിട്ട് അവള് അങ്ങനെ ചെയ്യുവാണ്. സൈഡ് കട്ട് ചെയ്യണം, എന്നിട്ട് അതിനകത്ത് നുള്ളിന്ന് പൊടിക്കണം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇവിടെ പേര് മാറ്റിയെന്നേ ഉള്ളെന്ന് തോന്നുന്നു. മൊമോസ് പോലുള്ള സാധനം. ആ സാധനമോ റോയൽ സാധനം തരുന്ന പേര് കച്ചാപ്പൂരി, റോയൽ കച്ചാപ്പൂരി. അതാ ചീസ്. അത് ചീസ് നല്ല രീതിയിലുണ്ട്. കഴിച്ചേ? ഉണ്ട്. ഞാനും കഴിച്ചു. അത് നൈസ് ഐറ്റമാണ്, നല്ല സോഫ്റ്റാണ്. അപ്പം ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഇത്രയും പീസ് ബാക്കി. ഇത് റോയൽ കച്ചാപ്പൂരി. അത് വേറെന്തോ ഒരു പേരിലുള്ള കച്ചാപ്പൂരി.
ഇത് നമ്മുടെ കിങ്കാലി. ഇത്രയും സാധനം എല്ലാത്തിലും ബാലൻസ് വന്ന്. ഈ ഓറഞ്ച് ജ്യൂസ് അവള് ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ബാക്കി ഇത്രയും സംഭവം നല്ലതാണ്, പക്ഷെ കുറച്ച് ഹെവി ആയിപ്പോയി. ഇത്രയും നമ്മളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തതാണ് എല്ലാം. പക്ഷെ അതെല്ലാം നല്ല ഹെവി സാധനങ്ങളായതുകൊണ്ട് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം ഇനിയിപ്പം പാഴ്സൽ എടുക്കാൻ പറഞ്ഞിട്ട് രാത്രി റൂമിൽ പോയിരുന്ന് കഴിക്കാമെന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ അന്നേരം ഈ ടേസ്റ്റിങ് കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോഴത്തേനും ഒരുമാതിരി ഉണങ്ങുമായിരിക്കും. ഇപ്പം നല്ല ചൂടോടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും പാഴ്സൽ എടുക്കാൻ പറയട്ടെ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ബില്ല് വന്നപ്പം നമുക്ക് 120 ലാരി ഇവിടുത്തെ കറൻസി. കുഴപ്പമില്ല, നമ്മൾ 3 പേര് ഫുഡ് കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ സാധനവും വന്നു. കാരണം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല ഹെവി സാധനമാണ്. അത് കണ്ടേ പാഴ്സലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഷർദേനി സ്ട്രീറ്റിലൊന്ന് പോകണം, ക്ലോക്ക് ടവറിലൊന്ന് പോകണം. ഇത് നമ്മൾ ആ ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയാണ്. അപ്പം പുള്ളിക്കാരൻ നമ്മളെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഇറക്കിയിട്ട് പറഞ്ഞു ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് പോയാൽ മതിയെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി ആ ക്ലോക്ക് ടവർ ഒന്ന് തപ്പിപ്പിടിക്കട്ടെ. സംഭവം നൈസ് സ്ഥലം കേട്ടോ. നമുക്ക് വേറെ ഒരു ഫീല്. ഇപ്പോൾ വേറെ ഒരു ജോർജിയ കണ്ടതുപോലെ ഫുള്ള്. പിന്നെ നമുക്ക് മറ്റേ ദുബായിൽ റിവർലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ ഓരോ സ്ഥലങ്ങൾ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ പട്ടിമാരും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ക്ലോക്ക് ടവർ എവിടെയാണെന്ന് ഇതുവരെ കണ്ടില്ല. നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തി. ഇവിടെ കീഴെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ആ സാധനം. ഇത് കാണാനാണ് നമ്മൾ വന്നത്. സംഭവം കൊള്ളാം. ഇതിനകത്ത് ഇത് ഏതോ ഒരു ടൈമുണ്ട്. ടൈമിങ്ങിന് ഇതിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് മണിയടിക്കുക, അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയുണ്ട്. അത് ഇപ്പോൾ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അടിയിൽ താഴെ അവിടെ എവിടെയോ ആയിട്ടൊരു ചെറിയ ക്ലോക്ക് ഉണ്ട്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റത്തില്ല. ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ക്ലോക്ക് ടവറിൻ്റെയൊക്കെ പരിസരം. സംഭവം കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി നിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എപ്പോൾ കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവരൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഒന്ന് കയറി ആ സ്മോളായിട്ടുള്ള ആ ഒരു കുഞ്ഞ് സംഭവം ക്ലോക്ക് ഒന്ന് കാണണം. നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു ക്ലോക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വേൾഡിലെ ഏറ്റവും ചെറിയ ക്ലോക്ക്. അതാണ് ഈ സാധനം. ഇത് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇതാണ് വേൾഡിലെ ഏറ്റവും ചെറിയ ക്ലോക്ക്. ടൈമിംഗ് ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് 2 അവന്മാർ വന്ന് മുന്നിൽ നിൽക്കുന്ന നോക്ക്. ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. അതിൻ്റെ അടിയിൽ വന്ന് 2 അവന്മാർ ഇരിപ്പുണ്ട്. ഇവിടെ ആ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. താഴോട്ട് നോക്കിയപ്പോൾ ഒരു പള്ളി. അകത്ത് കയറി അതും നല്ല പഴയ പള്ളി, പഴയ കാര്യങ്ങൾ. എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സുവനീർ വല്ലതും ഒന്ന് വാങ്ങിക്കാം. കാണുന്നതാണ് ഷർദേനി സ്ട്രീറ്റ്. പുള്ളി നമ്മളെ ഇവിടെ ഇറക്കി, നമ്മുടെ അണ്ണൻ നമ്മളിവിടെ ഇറക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു വാ, പുള്ളി പയ്യെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടോട്ട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബോട്ട് വേണോ വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ പുറകെ നടപ്പുണ്ട്. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ജിമ്മിന് പോകുന്നുണ്ടോയെന്ന്. എന്തായാലും നമ്മളിപ്പോൾ ഷർദേനി സ്ട്രീറ്റിൽ വന്നു. ഇവിടുന്നെങ്കിലും നമുക്കൊരു സുവനീർ വാങ്ങിക്കണം.
കാരണം നേരത്തെ 5 ദിറംസിന് കണ്ട സുവനീർ ഇപ്പോൾ കാണിക്കുന്നത്, ഇപ്പം നമ്മൾ അവിടെ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 10 ദിറംസ് എന്ന്. സോറി ദിറംസ് അല്ലേ, ലാരി. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റ് റോഡ് ഒന്ന് കണ്ടിട്ട് നേരെ ഹോട്ടൽ റൂമിൽ പോകാം. പിന്നെ നമ്മൾ തപ്പി നടന്ന് തിബിലിസി ജോർജിയയുടെ ഒരു സുവനീർ കിട്ടി. അതെന്തായാലും വാങ്ങി. ഇതിന് 7 ജെല്ലായി. നമ്മുടെ ഈ സ്ട്രീറ്റിലുള്ള സൈഡിൽ കാണുന്ന കുറേ കടകളാണ്. ഈ കടകളിലൊക്കെ ഇങ്ങനെ എൻ്റെ കല്ലൊക്കെ വെച്ചിട്ടുള്ള മോതിരവും ഒക്കെ ലെതറായിരിക്കും, നല്ല പേഴ്സും, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കുട്ടി കാര്യങ്ങൾ, ഷീറ്റ്, ഹണി, എന്താ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കട കണ്ടു. ഐസ്ക്രീം കണ്ടിട്ട് അന്നേരം അവർക്ക് ഈ തണുപ്പത്ത് ഐസ്ക്രീം വേണം. അത് വാങ്ങിയതോ വൈനൊക്കെ ഉള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാമോ? അല്ല ഈ തണുപ്പത്തൊക്കെ ഐസ്ക്രീം കഴിക്കുന്ന എനിക്കുണ്ട്. ഇച്ചിരി എന്നേ സാധനം കൊള്ളാം. നല്ല കറക്റ്റ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സാധനം. എന്താ അല്ല ആ ഒരു ഇത് കിട്ടത്തില്ലേ നമുക്ക്, ആ ഒരു ആൽക്കഹോൾ കണ്ടന്റിന്റെ ആ ഒരു പിടുത്തം. എന്തായാലും അതുള്ളതാണ് ഗൈസ്. റോഡിലൂടെ ഐസ്ക്രീം, കള്ളൊഴിച്ച ഐസ്ക്രീം കുടിച്ചോണ്ടാ ഒരുത്തി നടക്കുന്നത്. എന്നെ നിർബന്ധിക്കുന്നുണ്ട. കറക്റ്റ് നമ്മുടെ ഈ മുന്തിരിക്കള്ള കുടിക്കത്തില്ലേ നാട്ടില്, മുന്തിരിക്കള്ള് കുടിക്കുമ്പോൾ ഒരു മധുരമൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പിടുത്തം, അതേ ടേസ്റ്റ്. ഈ തണുപ്പത്ത് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ നമ്മൾ ഷർദീനി സ്ട്രീറ്റ് എല്ലാം കവർ ചെയ്തു. അവിടെ നിന്നൊരു സുവനീറും വാങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ അണ്ണനെ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാമോ? 8 മണിയായി. രാത്രി 8 മണിയായിട്ട് കാണുന്ന ലൈറ്റായത്. ഇവിടെയൊക്കെ നൈറ്റ് ആവണമെങ്കിൽ ഇതിപ്പോൾ ഇരുട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 9 മണി 9:30 ആവും. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. തിരിച്ച് ഹോട്ടലിലെത്തി. ഇന്നിനിപ്പം ഈവനിങ് ഇറങ്ങുന്ന പരിപാടിയില്ല, കാരണം നമുക്ക് ഓൾറെഡി ഫുഡുണ്ട്. നമ്മൾ ഉച്ചയ്ക്കത്തെ കഴിച്ചത് വൈകിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത്. അത് ഓൾറെഡി നമ്മൾ സാധനം എല്ലാം ബാക്കി വന്നുകൊണ്ട് സാധനം എടുത്തുകൊണ്ടാണ് വന്നത് പാഴ്സലാക്കിയിട്ട്. ഇനിയിപ്പോൾ അത് വൈകിട്ട് കഴിക്കാനുള്ള വയറ് പോലും ഇല്ല, എങ്കിലും അതെന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് കഴിക്കണം. പിന്നെ ഇനിയിപ്പം ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ നാളെയും കൂടെ ട്രിപ്പും കാര്യങ്ങളുമായിട്ടുള്ളൂ. പിന്നെ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഇന്നത്തേക്കിന് ബൈ. നാളെ കാണാം, നാളെ രാവിലെ.